ഹലോ എവ്രി വൺ, വെൽക്കം ടു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ. ഡാർവിനിലെ നമ്മുടെ ഷാജാൻ ചേട്ടായുടെ ചേച്ചിയുടെയും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഷോപ്പിങ്ങിനൊക്കെ പോയതും അതുപോലെ നമ്മൾ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്ത ഡേയ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ എല്ലാവരും കൂടെ ഒരു ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ബിബിയും ചേട്ടായൊക്കെ പുറത്ത് ബാബിക്കൊക്കെ ചെയ്ത് മീറ്റൊക്കെ എന്താണ്ട് പരിപാടി ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും ചേച്ചിയും കൂടെ വെജീസൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ വെജീസൊക്കെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ട്രെയിൽ വെച്ച് അതിലോട്ട് നമ്മൾ സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് നമ്മുടെ കുറച്ച് ബട്ടറും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് തിരുമി നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വേറെ നമുക്ക് വേറെ പാത്രത്തിൽ വെക്കാം, കാരണം pepper. എന്തില്ല എന്തോ വേണമെങ്കിൽ ഇച്ചിരി വെക്കണോ, അത് മതിയോ? ഇതെന്തിനാ, ഇതെന്ത് സാധനം? ആർക്കും ഇതുകൂടി തീയെന്ന് മാറി നോക്കട്ടെ അത് എന്ത് സാധനം? ഓർക്കൊന്നും വേണ്ട. എൻ്റെ വെജി ഞങ്ങൾ സന്തോഷേട്ടനാണ്. ഹായ് സന്തോഷേട്ടാ. സന്തോഷേട്ടായും വൈഫ് ഷീന ചേച്ചീനെയും നമുക്ക് നേരത്തെ പരിചയമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടായും ചേച്ചിയും ഡാർവിനിൽ നിന്ന് ക്യാൻബറ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് കുറച്ച് ദിവസം അവരുടെ കൂടെ ഇവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. പിന്നെ അവരുടെ ഏറ്റവും ഇളയെ കുറിച്ച് മിയയായിട്ട് ഇസക്കുട്ടി ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം ഡാർവിനിൽ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ മിയേനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇസക്കുട്ടിക്ക്. ഈ സാധനം ഇഷ്ടം, നെയ്യോട് കൂടിയുള്ള അല്ലേ? ഞാൻ കട്ട് ചെയ്ത് മാത്രമേ സാധാ ബാർബിക്യൂ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഇതിനാ. അല്ലെങ്കിൽ ഉടായ്പ ഉണ്ടാക്കണ എല്ലാത്തിനും ടേസ്റ്റ്. ഈ പീസ് എടുത്ത്, അത് ചൂടല്ല, അതെടുത്തോ. ഇന്നെ ഇഷ്ടപ്പെട്ടു? ഓക്കെ, അമ്മ ചൂടില്ലാത്ത ഒരു കുഞ്ഞു പീസ് തരാം. എന്നാ ഇഷ്ടായോ? നൈസ് അല്ലേ? പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അന്നത്തെ ഡേയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻസ് ഇടുന്നത്. അഡോണിയ ആൻഡ് അഭിഷയാണ് കേട്ടോ നമ്മുടെ ചേട്ടായുടെ ചേച്ചിയുടെയും ഡോട്ടേഴ്സിൻ്റെ നെയിം. പക്ഷെ നമ്മൾ വിളിക്കുന്നത് ചുന്നാന്നും ഇന്നു എന്നാണ് കേട്ടോ. അതിൽ ചുന്ന ക്ലാസ് ഉള്ളത് കൊണ്ട് നമ്മുടെ കൂടെ ഇന്നത്തെ പരിപാടിക്ക് അവളില്ല കേട്ടോ. അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവൾ ക്ലാസ്സും കുറച്ച് സ്റ്റഡീസും ഒക്കെ ആയിട്ട് അവൾ പോവുകയാണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു മൂവി കാണാൻ പോകാനാണേ. എല്ലാരും കയറി. അതിനെ ആരും കയറായല്ലോ. അവള് ബാക്കിൽ കയറി കയറി ചേച്ചി കയറിക്കോ.
ഐസുകുട്ടി? Movie theater. എവിടെ? The movie theater. മൂവി കാണാനോ? Huh? ഓഹോ. Doesn't look like സിനിമ തുടങ്ങാറായി. പിന്നെ ഇറങ്ങുമ്പോ കുട്ടി എന്തൊക്കെയാ വാങ്ങിയേ നോക്കട്ടെ. കോടൻ ക്യാൻഡിയോ? ഓ ഇതൊക്കെ പോപ്കോൺ. അതാ ഒരെണ്ണം ഞാൻ പിടിക്കാം. പോപ്കോൺ. Can I drink some? Can I drink? അങ്ങനെ നമ്മൾ സ്നാക്കും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് മൂവി കാണാൻ ചെന്നു കേട്ടോ. നമ്മളാണ് അവിടെ ഫസ്റ്റ് എത്തിയത് കേട്ടോ. പിന്നെ ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു അന്നത്തെ മൂവി കാണാനായിട്ട്. വളരെ കുറച്ച് പേരെ അന്ന് മൂവി കാണാനുണ്ടായിരുന്നുള്ളൂ, നമ്മളെ കൂടാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് മൂവി കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ ലോക്ക മൂവിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി. അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഷോപ്പിംഗ് സെൻറ്റേഴ്സിലാണ് പോയത് കേട്ടോ. കുറേ നേരം അവിടെ കറങ്ങി അടിച്ച് നടന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ബിബിയുടെ തന്നെ മറ്റൊരു കസിൻ ബിബിൻസിൻ്റെയും ഏഞ്ചലിൻ്റെയും വീട്ടിലോട്ട് നമ്മളൊരു വിസിറ്റിന് പോയായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അവരെ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരെ മീറ്റ് ചെയ്യാനായിട്ട് ചെന്നത്. അപ്പോൾ എനിക്ക് അവരെ കൂടുതൽ പരിചയപ്പെടാനും അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ ഒത്തിരി ഫുഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാനിപ്പൂരിയും അതുപോലെ തന്നെ ചപ്പാത്തിയും എല്ലിങ്കപ്പയും പോർക്കും പിന്നെ കുറേ ഡെസേർട്ടും അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഇസുക്കുട്ടി ആദ്യം ചമ്മി നിൽക്കുമായിരുന്നു, അവിടുത്തെ പിള്ളേരോടൊക്കെ പരിചയമില്ലാത്തതുകൊണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ മടിയായിട്ടോ അവൾക്ക്. അവസാനം ഞാൻ എല്ലാവരുടെയും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിബിൻസിൻ്റെയും ഏഞ്ചലിൻ്റെയും ഫാമിലി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നേരെ ചെന്നത് സന്തോഷേട്ടായുടെ ഷീന ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അവരുടെ മോൻ നച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരന്ന്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇസക്കുട്ടി ഡാർവിനിൽ ചെന്ന് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾ കേട്ടോ, നമ്മുടെ മിയക്കുട്ടി. ഡാർവിനിലെ ഇസക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ മിയ. ഇസക്കുട്ടി അവളുടെ ഫ്രണ്ടിനെ കണ്ട സന്തോഷത്തിൽ അവളുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബിബിൻസിൻ്റെ ഏഞ്ചലിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടാണ് നമ്മൾ സന്തോഷേട്ടയുടെ വീട്ടിൽ ചെന്നത് കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ഒരു സാധനം പോലും കഴിക്കാൻ പറ്റിയില്ല എന്നതായിരുന്നു സത്യം. പക്ഷേ ഈ ചേരെ കഴിക്കണ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കഷ്ണം തന്നെ കഴിക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഉള്ളത് കൊണ്ട് ഡാർവിനിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കുറേ കാര്യങ്ങളിലൊന്നാണ് ക്രൊക്കഡൈൽ. അപ്പോൾ പിന്നെ ക്രൊക്കഡൈൽ മീറ്റ് നമ്മളന്ന് അവിടെ ട്രൈ ചെയ്തായിരുന്നേ. കഴിക്കണോ വേണ്ടിയോ എന്ന് കുറേ ആലോചിച്ച് അവസാനം അതും കഴിച്ചു. മീറ്റ് ബാർബിക്യൂ ചെയ്ത് എല്ലാവരും കുഞ്ഞു കുഞ്ഞു പീസ് കഴിച്ചായിരുന്നു കേട്ടോ. അത് എല്ലാവരും കഴിച്ചതിൻ്റെ എക്സ്പ്രഷൻ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. സന്തോഷേട്ടായും ഷീന ചേച്ചി ഇവിടെ നേഴ്സായിട്ടാണ് ഡാർവിനിൽ വർക്ക് ചെയ്യണത്. അതോടൊപ്പം തന്നെ സന്തോഷേട്ടായിക്ക് ഒരു സൈഡ് ബിസിനസ് കൂടി ഉണ്ട് കേട്ടോ. കവറക്സ് കമ്പനിയുടെ ബ്ലൈൻഡ്സ് ആൻഡ് കർട്ടൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടും കസ്റ്റമൈസും ഒക്കെ ചെയ്ത് കൊടുക്കുന്നൊരു ബിസിനസ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സി ചേച്ചിയുടെ ഷാജഹാൻ ചേട്ടായുടെ വീട്ടിലെ ബ്ലൈൻഡ്സും കർട്ടൻസും ഒക്കെ എല്ലാം ചെയ്തേക്കുന്നത് ചേട്ടായാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വർക്കൊക്കെ
സന്തോഷമായിട്ടായി അവരുടെ വീട്ടിൽ ചെയ്ത വർക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വച്ചേക്കാം. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൈസിങ്ങും അതുപോലെ ഓൾ ഓവർ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിത് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. എനിക്ക് പേഴ്സണലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പേഴ്സണായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വർക്കൊക്കെ കൃത്യസമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ ഓർത്തു ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഒരുപാട് പേർക്ക് പുതിയ വീട് വെക്കുമ്പോഴോ അതുപോലെ തന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് കർട്ടൻസും ബ്ലൈൻഡ്സും ഒക്കെ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് കേട്ടോ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ കവറക്സ് കമ്പനിയുടെ ബ്ലൈൻഡ്സ് ആൻഡ് കർട്ടൻസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ക്രൊക്കഡൈൽ മീറ്റ് ടേസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബാർബിക്യൂ ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാർബിക്യൂ ആയതിനു ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിൽ എടുക്കുകയാണ് ചെയ്തത്. ഫ്രോക്ക് റോഡിൽ എങ്ങനെയുണ്ടെന്ന് പറയാം. നോക്കാം ഫസ്റ്റ് എക്സ്പ്രഷൻ. ഫിനിഷ് ആയില്ല. CJC-യാണ് നമ്മുടെ ടെസ്റ്റർ. CJC-യുടെ റിയാക്ഷൻ പോലെ ഇരിക്കും. നമുക്കിത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. ഞാൻ പിന്നെ തിന്നണ്ടോ? CJC അപ്രൂവ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ചേച്ചി ടേസ്റ്റ് എങ്ങനെ ചേച്ചി ക്രോക്കോഡിന്റെ? കുഴപ്പമില്ല. ഞാൻ അടുത്ത ആളുടെ റിയാക്ഷൻ എടുക്കട്ടെ. എനിക്കൊന്ന് നമ്മുടെ ആ ഒരു മസാല കഴിച്ചോ കഴിച്ചോ. ചിക്കൻ പോലെയാണോ ചേച്ചി? ആണോ? ഇങ്ങനെ നമ്മൾ മുതല കഴിച്ചിരിക്കുന്നു. ഇവിടെ മീൻകറി ആൻഡ് കപ്പ. ഇതെന്താ? ബീഫ് കറി. നമ്മുടെ ബീഫ് കറി ഫാമിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ആണോ? സത്യം പറയണാണോ കള്ളം പറയണോ? സത്യം. ഇവിടെ ഒരാളിരുന്ന് ചിക്കൻ തീറ്റയാണ് കേട്ടോ. ചിക്കൻ തീറ്റി ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണം. എങ്ങനെയുണ്ടാകട്ടെ കർത്താവേ, നല്ലതായിരിക്കണേ. ജസ്റ്റ് സ്മോക്കി മീറ്റ് കഴിക്കുന്ന ഒരു ശീലമാണ്. മുതലാന്ന് വിചാരിക്കാതെ കഴിച്ചാൽ ഓക്കെ, അറിയാതെ കഴിച്ചാൽ അറിയില്ല. എനിക്ക് തോന്നുന്നു സ്റ്റിംഗ്റേ ഇല്ലേ, അതിന്റെ ഒരു മീറ്റിന്റെ ഒരു ഒരു സ്മോക്ക് ചെയ്തെടുത്തൊരു സാധനമേ ഉള്ളൂ. എനിക്ക് നമ്മുടെ സ്മോക്ക് ഫിഷ് കിട്ടത്തില്ലേടി? സ്റ്റിംഗ്റേ ഇല്ലേ അല്ലേ ചേച്ചി? അത്ര ഹാർഡല്ല. എനിക്ക് സ്മോക്ഡ് ഫിഷിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അല്ലേ, ആ സ്മോക്ഡ് ഫിഷ്, ആ ഒരു സ്മോക്കി ഫ്ലേവർ, കൂടുതലും സ്മോക്കിന്റെ ഒരു ഫ്ലേവർ. മുതലിനെ പിടിച്ചു. എന്നാൽ പിന്നെ മുതലിറച്ചി കഴിച്ച പരീക്ഷണത്തോടുകൂടെ ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഒപ്പം ഡാർവിനിൽ നടത്തിയ മറ്റ് സാഹസികതകളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഡാർവിൻ എക്സ്പ്ലോർ ചെയ്ത വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.